പണ്ട് കേരള നാടിരുട്ടു പുതച്ചുറങ്ങും കാലം വന്നു സത്യവെളിച്ചമേന്തി മുജാഹിദ് പ്രസ്ഥാനം. രണ്ടു കാര്യം കൈവിടാതെ പിടിക്കണം മുസ്ലിങ്ങൾ, സത്യ ഖുർആനും നബിയുടെ നടപടിക്രമങ്ങൾ. പണ്ട് കേരള നാടിരുട്ടു പുതച്ചുറങ്ങും കാലം വന്നു സത്യവെളിച്ചമേന്തി മുജാഹിദ് പ്രസ്ഥാനം. രണ്ടു കാര്യം കൈവിടാതെ പിടിക്കണം മുസ്ലിങ്ങൾ, സത്യ ഖുർആനും നബിയുടെ നടപടിക്രമങ്ങൾ. അമ്പിയാക്കൾ ഔലിയാക്കൾ പോയ സത്യപാത നോക്കണം, വിളിച്ചിടണം ഏകനായ നാദ. അമ്പിയാക്കൾ ഔലിയാക്കൾ പോയ സത്യപാത നോക്കണം, വിളിച്ചിടണം ഏകനായ നാദ. ചൊല്ലിക്കാര്യം അതാലെ കേരളം കാലങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരുമായ ഈ പ്രദേശത്തെ നല്ലവരായ സഹോദരിമാരെ, സഹോദരങ്ങളെ, കൊച്ചുകുട്ടികളെ, വളരെ സമയം വൈകി എന്നുള്ളത് നമ്മൾക്കൊക്കെ അറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സെജിനയും ഐഷയും പറഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് നിന്ന് ആരംഭിക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്ത് അനന്തകോടി ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളെക്കുറിച്ച് ഒരുപാട് പഠിച്ചവരും ഒരുപാട് മനസ്സിലാക്കിയവരുമാണ് നമ്മളൊക്കെ. അതിലേറ്റവും ചെറിയ ഒരു ഗ്രഹമായ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ആ ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ നിസ്സാരമായ ഒരു ജീവിയാണ് മനുഷ്യൻ എന്നുള്ളതും നമ്മൾക്കൊക്കെ അറിയാം. എന്നാൽ മനുഷ്യന് മറ്റുള്ള ജീവികൾക്കില്ലാത്ത തരത്തിൽ വലിയ ഒരു പ്രത്യേകത സർവശക്തനായ നാഥൻ കനിഞ്ഞരുളിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതലുള്ള ആ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് ഉറാബ് എന്ന് പേരിട്ടുകൊണ്ട് നമ്മളൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാക്ക. പറന്നുപോയി ചുള്ളിക്കമ്പുകൾ കൊത്തിയെടുത്ത് ചപ്പുചവറുകൾ കൂട്ടി അത് കൂടുണ്ടാക്കാനും മുട്ടയിടാനും കുട്ടികളെ വിരിപ്പിക്കാനും ഒപ്പം ഭക്ഷണം തേടിപ്പോകാനും അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ് അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഉറുമ്പുകൾ ധാന്യമണികൾ ശേഖരിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ അതിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ട് അന്നും ഇന്നും ഒരേ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുന്നു. നമ്മൾക്ക് ചുറ്റും കാണുന്ന തേനീച്ചകൾ, നമ്മൾ പറയാറുള്ളത് പോലെ പുറത്തുപോയി തേൻ ശേഖരിച്ചു കൊണ്ടുവന്ന് അത് തൻ്റെ കൂടുകളിലാക്കി പിന്നീട് അതിൽ നിന്നത് ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ. ഇത്തരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജീവജാലങ്ങളും അവരുണ്ടായതെന്നാണോ അന്നുണ്ടായിരുന്ന അതേ പ്രക്രിയയിലൂടെ തന്നെയാണ് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മനുഷ്യന് സർവശക്തനായ നാഥൻ അതിനേക്കാൾ വലിയ ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട്. വമാ ഖലഖ്തൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യനെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത് അത് എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് മുമ്പിലുണ്ട്. ആ പരിശുദ്ധ ഖുർആനിൽ മനുഷ്യന് പ്രത്യേകത പറയുന്നത് സർവശക്തനായ നാഥനെ റബ്ബിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. ഫജഅൽനാഹും
സമീഅൻ ബസീറ എന്നുള്ളത് മറ്റൊരു സ്ഥലത്ത് പല സ്ഥലങ്ങളിലും നമ്മളെ സൂചിപ്പിക്കുകയാണ്. കാണുവാനുള്ള കണ്ണും കേൾക്കുവാനുള്ള കാതും തന്ന് നമ്മളെ അനുഗ്രഹിച്ച സർവശക്തനായ നാഥൻ. ഫഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ എന്ന് സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹു നമ്മളെ സൂചിപ്പിക്കുകയാണ്. അവർക്ക് ഞാൻ മാർഗം കാണിച്ചു കൊടുത്തു, വ്യക്തമായ മാർഗത്തെ അവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അവർ ഒന്നുകിൽ നന്ദിയുള്ളവരായി തീരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർ നന്ദികേട് കാണിക്കുന്നവരായി തീരുകയാണ്. ഇങ്ങനെ ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ എന്ന് പറഞ്ഞുകൊണ്ട് അതും നമ്മൾക്ക് വിശദീകരിച്ച് കാണിച്ചു തരികയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾക്ക് കാണിച്ചു തരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെക്കുറിച്ചൊരു പരീക്ഷണത്തിന് വേണ്ടി, നമ്മൾക്കൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് നമ്മൾക്ക് തോന്നിത്തുടങ്ങുന്ന തരത്തിൽ ഈ ഒരു പരീക്ഷണഘട്ടം ഈ ഭൂമിയിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ, നേരത്തെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരൊക്കെ സൂചിപ്പിച്ചത് ഈ ദുനിയാവിലുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ഇതിനേക്കാൾ അപ്പുറത്തേക്ക് നാളെ പാരത്രിക ലോകത്തെത്തുമ്പോഴേക്കും എന്തൊക്കെ നമ്മൾക്ക് സമ്പാദിക്കാൻ കഴിയുമോ, ഈ നൈമിഷികമായ ഈ ലോകത്ത് നിന്ന് ശാശ്വതമായ ഒരു ലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴേക്കും ഈ ലോകത്തിൽ നിന്ന് നമ്മൾക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദുനിയാവിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, ഒരു വെയിലത്തുകൂടി നമ്മൾ നടന്നു പോയി കഴിഞ്ഞ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, തണൽ കിട്ടുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരല്പനേരത്തെ വിശ്രമത്തിന് വേണ്ടി നമ്മളെ പറഞ്ഞയക്കുന്ന തരത്തിൽ ആ ഒരു വിശ്രമത്തിനുള്ള സമയം മാത്രമാണ് ഈ ദുനിയാവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഏറ്റവും വലിയ പരാക്രമങ്ങൾ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് വേദനകളും സഹിച്ച ഒരുപാട് നല്ലതായ ഉദാഹരണങ്ങൾ നമ്മൾക്ക് മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചു തന്നു. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന സമയത്ത് മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് പ്രവാചകനെ സൂചിപ്പിച്ചു കൊടുത്തത്, പ്രവാചകൻ ഓതിക്കൊടുത്തത് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വ റബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാലം യഅലം എന്ന് തുടങ്ങുന്ന ഏതാനും വാക്യങ്ങൾ ഓതിക്കൊടുത്തപ്പോൾ അതുമായി ഖദീജ ബീവിയുടെ മുമ്പിലേക്ക് വന്നതും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ജമ്മിലൂനി ജമ്മിലൂനി എന്ന് പറഞ്ഞ് എന്നെ പുതപ്പിട്ട് മൂടിത്തരൂ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടുകൂടി ബേജാറോടുകൂടി അവരുടെ മുമ്പിലേക്ക് കടന്നു ചെന്നതുമൊക്കെ തന്നെ ഇവരുടെ പ്രസംഗത്തിൽ ഇവർ സൂചിപ്പിച്ചു. അന്ന് മുതൽ പ്രവാചകന് തുണയായി കൊണ്ടുനിന്ന ഖദീജയുടെ ചരിത്രം നമ്മളുടെ മുമ്പിൽ പറഞ്ഞു തന്നു. ആ കാലഘട്ടം മുതൽ, അന്നു മുതൽ തുടങ്ങിയതാണ് ശത്രുക്കളായ ആളുകളുടെ നിരന്തരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരായിക്കൊണ്ട് മക്കയിൽ ജനിച്ചു വളർന്ന, മക്കയിൽ ജീവിക്കാൻ പോലും കഴിയാതെ, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, ഒരു നേരത്തെ വെള്ളമില്ലാതെ അവസാനം ജനിച്ചു വളർന്ന നാടും വീടും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മദീനയിലേക്ക്, അദ്ദേഹവും സഹാബികളും മദീനയിലേക്ക് പലായനം ചെയ്തെന്ന് നമ്മൾക്കറിയാം. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള തൗഹീദ്, കെലിമത്തു തൗഹീദ് നാട്ടിൽ പ്രചരിപ്പിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബാക്കൾക്കും ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾക്കറിയാം. വിശ്വസിച്ചു എന്നുള്ള ഏക കാരണം കൊണ്ട് ചുട്ടുപഴുത്ത മണലിൽ മലർത്തി കിടത്തി നെഞ്ചത്ത് കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ട് ആ ചുട്ടുപഴുത്ത മണലിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോഴും ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, ഇനിയും നിനക്ക് നിന്റെ മതത്തിൽ നിന്ന് മടങ്ങാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആരാണ് നിന്റെ ദൈവം എന്ന് ചോദിക്കുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ കഴിയാതെ അല്ലാഹു അഹദ് അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുട്ടുപഴുത്ത മണലിൽ കിടന്നുകൊണ്ട് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് നമ്മൾ കാണുന്നത് മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ വിശ്വസിച്ചു എന്നുള്ള കാരണം കൊണ്ട് ആ ദുഷ്ടനായ അബൂജഹൽ അവരെ കൊലപ്പെടുത്തുന്ന അതിദാരുണമായ സംഭവങ്ങൾ ചരിത്രം പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ നമ്മൾക്ക് വിശദീകരിക്കാനുണ്ടാകുമ്പോൾ, നമ്മളുടെ മുമ്പിൽ ഒട്ടേറെ സംഭവങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ, ഇതൊക്കെ സഹിച്ചത് ദുനിയാവിലെ എന്തെങ്കിലും കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയായിരുന്നില്ല. പാരത്രിക ലോകം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ പാരത്രിക ലോകത്തേക്ക് എത്തുമ്പോഴേക്കും തനിക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ സമ്പാദിക്കാൻ കഴിയുമോ അതൊക്കെ തന്നെ വിശ്വാസത്തിലൂന്നിയ ഒരു ജീവിതവുമായി മുന്നോട്ട് പോയപ്പോഴാണ് അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നത്. ഞാൻ പറഞ്ഞു വന്നത്,
അവർക്കൊക്കെ സ്വയം ഒരു ആത്മപരിശോധനക്ക് വിധേയമാക്കുവാനും അതുപോലെ തന്നെ ആത്മസംസ്കരണം നടത്തുവാനും അവർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് വളരെ മോശമായ തിന്മകളിലേക്ക്, തെറ്റിലേക്ക് അവർ വഴുതി വീഴാതിരുന്നത്. ആ സമയത്താണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ജീർണതകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്ന് എവിടെ നിന്നൊക്കെ ഈമാൻ നമ്മളുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ, എവിടെയൊക്കെ വിശ്വാസം വികലമായി പോയോ, വിശ്വാസങ്ങൾക്ക് അപജയം സംഭവിച്ചുവോ, അവിടെയാണ് തിന്മകൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ആ തിന്മ കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് പരലോകം എന്ന് പറയുന്ന ഒന്നില്ലായിരുന്നുവെങ്കിൽ പരലോകത്തിൽ നമ്മൾക്ക് വിശ്വാസമുണ്ട്. ജനിച്ചാൽ മരിക്കും എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും വിശ്വാസമുണ്ട്. പക്ഷെ ആ ജനിച്ചാൽ മരിക്കും എന്നുള്ളത് നമ്മൾക്ക് വിശ്വാസമുള്ളത് പരലോകമുണ്ട് എന്ന് വിശ്വാസമുണ്ടാകുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മളുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഈ പരലോകം എന്ന് പറയുന്നത്, ഈ മരണം എന്ന് പറയുന്നത് അതിവിദൂരത്താണ് എന്നുള്ള ഒരു മൂഢമായ സങ്കല്പത്തിന്റെ പിന്നാലെ ഞാനും നിങ്ങളും പോകുമ്പോഴാണ്, ആ പരലോക ജീവിതം ഒരുപാട് അകലെയാണ് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോഴാണ് സാമൂഹ്യ തിന്മകൾ പലപ്പോഴും നമ്മൾക്കിടയിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാനും നിങ്ങളും വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ എത്തുന്നത് വരെ നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്നിറങ്ങി വണ്ടിയിൽ കയറുമ്പോഴുള്ള നമ്മളുടെ പ്രാർത്ഥന ചൊല്ലി ഇവിടെ വന്നിരുന്നു. നമ്മളുടെ കൈകൾ കൊണ്ട് വസ്ത്രം ധരിച്ച് തിരിച്ച് നമ്മൾ കടന്നു ചെന്നാൽ നിങ്ങളും ധരിച്ച വസ്ത്രം നമ്മളുടെ കൈകൾ കൊണ്ടാണോ ഊരിവെക്കുക, അതല്ല നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുന്നവരുടെ കരങ്ങൾ കൊണ്ടാണോ ഊരിവെക്കുക എന്ന് പോലും പറയാൻ കഴിയാത്ത തരത്തിൽ മരണം നമ്മളോടൊപ്പമാണ് എന്നുള്ള ആ ഒരു വിചാരം എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയതുകൊണ്ടാണ് സാമൂഹ്യ തിന്മകളുടെ കടന്നുകയറ്റം നമ്മളുടെ മനസ്സിലേക്ക്, നമ്മളുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾക്ക് മാറ്റിവെക്കാൻ നമ്മൾക്ക് കഴിയാത്ത യാഥാർത്ഥ്യമാണ്. ഒരുപാട് ജീർണതകൾ പറയാൻ ഒരുപാടുണ്ടെങ്കിലും എനിക്കറിയാം എന്നെക്കാൾ കൂടുതൽ വളരെ പ്രയാസത്തോടുകൂടി തങ്ങളുടെ കുട്ടികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, ഉറങ്ങിയ കുട്ടികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇത് അവസാനിച്ചിട്ട് വേണം പോകാനെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ സാമൂഹ്യ തിന്മകൾ എന്ന് പറയുമ്പോൾ ഐഹിക ജീവിതം ലക്ഷ്യം വെച്ചുകൊണ്ട്, ഈ ലോകത്തെ ജീവിതം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഐഹിക ഭ്രമത്തിന് പിന്നാലെ ഞാനും നിങ്ങളും നെട്ടോട്ടമോടുമ്പോഴാണ്, അതിന് വേണ്ടിയാണ് നമ്മൾ അധികമായും നമ്മളുടെ സമൂഹം തിന്മയിലേക്ക് അല്ലെങ്കിൽ ജീർണതയിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. എന്താ ഇന്ന് ഐഹിക ലോകത്തിന് വേണ്ടി, ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ഞാനും നിങ്ങളും. ഈ കഴിഞ്ഞ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മളുടെ കേരള സംസ്ഥാനം എന്ന് പറയുന്നത് സാക്ഷര കേരളം, സുന്ദര കേരളം എന്നൊക്കെ പേരുകേട്ട കേരള സംസ്ഥാനത്ത് വിദ്യാഭ്യാസമില്ലാതിരുന്ന, അതുപോലെ തന്നെ ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഇല്ലായിരുന്ന ഒരു പറ്റം സമൂഹത്തിനിടയിൽ മുസ്ലിം സമുദായങ്ങൾക്കിടയിലേക്ക് പഠിക്കണം വായിക്കണം എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മൾക്ക് അവതരിപ്പിച്ചു എങ്കിലും അതിനെക്കുറിച്ച് പഠിക്കാതെ വായിക്കാതെ ചരിത്രപരമായ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പഠിക്കാനും വിവരം നേടാനും നമ്മൾക്ക് കഴിയാതെ പിന്തിരിഞ്ഞു പോയിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നുവെങ്കിൽ മാറ്റത്തിന്റെ വിത്ത് പാകിക്കൊണ്ട് ബിരുദവും ബിരുദാനന്ദ ബിരുദവും എഡ്യൂക്കേഷനും സമ്പാദിച്ച, അത് നേടിയെടുത്ത ഒരു സമുദായത്തിന്റെ മുമ്പിൽ ഇന്നും സംസ്കാരമില്ലാതെ കാടത്വത്തിന് പിറകെ പോകുന്ന ദയനീയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ റമദാൻ മാസത്തിൽ തൻ്റെ ഭാര്യയെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കുട്ടികളെയും തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പ് തൻ്റെ ഭാര്യയെയും കുട്ടികളെയും കൂട്ടി അങ്ങാടിയിലേക്ക് പോയി അവർക്ക് പെരുന്നാളിന് ആവശ്യമായി എന്തൊക്കെ വസ്ത്രങ്ങൾ അവരാവശ്യപ്പെടുന്നോ ആ വസ്ത്രങ്ങൾ മുഴുവനും വാങ്ങിക്കൊടുത്ത് ഈ കുട്ടികൾക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് കഴിച്ച്, അത് കഴിഞ്ഞ് കുടുംബ വീടുകളിലൊക്കെ സന്ദർശിച്ച് ആ കുടുംബ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഭാര്യയും ഭർത്താവും തൻ്റെ കുട്ടികളും. ഈ ഭാര്യക്കറിയില്ല, ഈ മക്കൾക്കറിയില്ല, താൻ സ്നേഹിക്കുന്ന, താൻ ജന്മം നൽകിയ ഈ രണ്ട് മക്കളെയും അതുപോലെ തന്നെ താൻ സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയെയും കൂട്ടി എല്ലാ സന്തോഷത്തിലും പങ്കെടുത്ത് എല്ലാ കുടുംബ വീടുകളിലും പോയി സന്ദർശനം നടത്തി തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് സാധാരണ വരുന്ന വഴി വിട്ട് മറ്റൊരു വഴിയിലൂടെ പോന്ന് അവിടെ കാണുന്ന ഒരു ചെളിക്കുണ്ടിലേക്ക് ഇവരെ തള്ളിയിട്ടുകൊണ്ട്
ആ തള്ളിയിട്ട് അവിടെ നിന്ന് മരിക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളമില്ലാത്തത് കൊണ്ട് അവിടെ മുക്കിക്കൊന്ന് തൻ്റെ ചെറിയ കുട്ടിയെ തോളിലേറ്റിക്കൊണ്ട് അവിടെ നിന്ന് എടുത്ത് തോളിലേറ്റിക്കൊണ്ട് തിരിച്ചു പോന്ന് അപ്പുറത്തുള്ള വീട്ടിൻ്റെ മുമ്പിലേക്ക് വന്ന് ഞാനും എൻ്റെ കുട്ടികളും അപകടത്തിൽപ്പെട്ടു എന്നുള്ളതും കുട്ടി ചെളി വായിലേക്കായി കുട്ടിക്കെന്തോ സംഭവിച്ചു എന്ന് പറയുന്ന രൂപത്തിൽ മറ്റേ ഭാര്യയും കുട്ടിയും ആ ചെളിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അയൽപ്പക്കക്കാരെ കൂട്ടുന്ന ഒരു മൃഗീയ ചിന്താഗതിയുള്ള ഒരു മനുഷ്യൻ, അവരെല്ലാവരും കൂടി ഓടി വന്ന് നോക്കുമ്പോൾ ഈ ഭാര്യയും മറ്റുള്ള കുട്ടിയും മരിച്ചിരുന്നു. ആ മരിച്ച ജഡം പുറത്തെടുത്ത് നോക്കുമ്പോഴാണ്, പിന്നീട് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സ്വന്തം ഭാര്യയുടെ പേരിൽ, സ്വന്തം മക്കളുടെ പേരിൽ ഈ മരണത്തിന് ശേഷം ലഭ്യമാവുന്ന ഇൻഷുറൻസ് പദ്ധതിയിൽ അവര് രജിസ്റ്റർ ചെയ്ത് ഇതിൻ്റെ 10-15 ദിവസങ്ങൾക്ക് മുമ്പ് അപകട മരണം സംഭവിച്ചാൽ ഇൻഷൂർ കിട്ടുന്ന ആ പോളിസിയിൽ ഈ കുട്ടികളെയും ഈ ഭാര്യയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും മരിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന് പറയുമ്പോൾ ഈ പോളിസിയിലെ പണം തനിക്ക് തിരികെ ലഭിക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി സ്വന്തം ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിക്കൊണ്ട് ആ പണം സമ്പാദിച്ച് ആ പണം കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യയും മക്കളും മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നതിന് വേണ്ടി സ്വന്തം ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തുന്ന സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കറിയാം, മഹാനായ പ്രവാചകന്റെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾക്കറിയാം. യർമൂക്ക് യുദ്ധ രണാങ്കണത്തിൽ വെച്ച്, യർമൂക്ക് യുദ്ധത്തിൽ വെച്ച് പിടഞ്ഞു വീണ് മരിക്കാൻ കിടക്കുന്ന ഒരു പറ്റം ആളുകൾ, വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് അവശരായിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പൊട്ടി പൊട്ടി കരയുന്ന സമയത്ത് ആർക്കോ ലഭ്യമായ ഒരു തോൽപാത്രത്തിൽ ഒരിത്തിരി വെള്ളം കിട്ടിയപ്പോൾ ഈ മരിക്കാൻ കിടക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് വെള്ളവുമായി കടന്നു ചെന്നപ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന മനുഷ്യൻ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഷഹീദാവാൻ പോകുന്ന സഹാബി വെള്ളത്തിന് വേണ്ടി അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഈ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് അവശനായ ആ മരിക്കാൻ കിടക്കുന്ന ഷഹീദാവാൻ കിടക്കുന്ന നമ്മളുടെ സഹാബി തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അവിടേക്ക് എത്തുമ്പോഴാണ് ഇപ്പുറത്ത് നിന്ന് വെള്ളം എന്ന് ചോദിക്കുന്നത് കേട്ടപ്പോൾ അവിടേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആ വെള്ളം എത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് അവിടെ എത്തുമ്പോഴേക്കിനും അദ്ദേഹം മരിച്ചപ്പോൾ തിരിച്ച് രണ്ടാമത്തെ ആളുടെ അടുക്കലേക്ക് എത്തി. അപ്പോഴേക്കും രണ്ടാമത്തെ ആളും മരിച്ചു. തിരിച്ച് ആദ്യം വെള്ളവുമായി ചെന്നയാളുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹവും മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് തൻ്റെ സഹോദരൻ തന്നെക്കാൾ കൂടുതൽ വിശപ്പനുഭവിച്ചുകൊണ്ട്, തന്നെക്കാൾ കൂടുതൽ ദാഹിച്ചുകൊണ്ട് മരണവെപ്രാളത്തിൽ കിടന്ന് ബേജാറോടുകൂടി ഒരു തുള്ളി വെള്ളം ചോദിക്കുന്ന സമയത്ത് പോലും തൻ്റെ ഒപ്പമുള്ള ആളുകളെ സഹായിക്കാൻ കാണിച്ച ഈ മഹാമനസ്കത ചരിത്രം നമ്മൾക്ക് സാക്ഷ്യപ്പെടുത്തി തരുമ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാനും ഇതൊന്നും മനസ്സിലാക്കാനുമുള്ള ഒരു തൻ്റെ ഇടം നമ്മൾക്കില്ലാതെ, നേരത്തെ ആയിഷ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്ന വിവരത്തിനപ്പുറത്തേക്ക് നമ്മൾക്കുണ്ടായിരിക്കേണ്ട വിവേകം, നമ്മൾക്കുണ്ടായിരിക്കേണ്ട തിരിച്ചറിവ് നമ്മൾക്കില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മളുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള തിന്മകൾ നമ്മളുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. ഐഹിക ജീവിതത്തിൻ്റെ പിന്നാലെ ഞാനും നിങ്ങളും നെട്ടോട്ടമോടുമ്പോൾ എങ്ങനെ നമ്മൾ പണം സമ്പാദിക്കണമെന്ന് നമ്മൾക്കറിയാതെ ആ പണം സമ്പാദിക്കുന്നതിൻ്റെ മാർഗം നന്നാവാതെ ലക്ഷ്യത്തിലെത്താൻ ഞാനും നിങ്ങളും കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള തിന്മകൾ നമ്മളുടെ ഇടയിലേക്ക് കയറി വരുന്നത്. ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മൾക്ക് നിരത്താനുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. രണ്ടാമതായി, നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ച മാതാപിതാക്കളോട് നമ്മൾക്കുണ്ടാവേണ്ട ഒരുപാട് കടമകളെ കുറിച്ച് സൂചിപ്പിച്ചു. എന്താ ഇന്ന് മാതാപിതാക്കളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാതാപിതാക്കൾക്ക് ഏറ്റവും സുഖ സൗകര്യത്തോടു കൂടിയുള്ള വീട് നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും നാട്ടിൽ നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത് വീടോ സൗകര്യങ്ങളോ അവർക്ക് ഏർപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് അവർ പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ നിന്നുള്ള ഒരല്പം സ്നേഹവും നമ്മളിൽ നിന്നുള്ള ഒരല്പം പരിചരണവുമാണ് അവരാഗ്രഹിക്കുന്നത്. ആ സ്നേഹവും പരിചരണവും നമ്മളുടെ മാതാപിതാക്കൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. നമ്മളുടെ ജില്ലകളിൽ കൂനുപോലെ മുളച്ചു പൊന്തുന്ന വൃദ്ധസദനങ്ങളും പകൽ വീടുകളും ഇന്ന് ഓരോരുത്തരും കൂനുപോലെ മുളച്ചു പൊന്തുകയാണ് നമ്മളുടെ നാട്ടിൽ. ഓരോ പകൽ വീടുകളിൽ പോയി നോക്കുമ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് വൃദ്ധരായ, അതുപോലെ തന്നെ ഏറ്റവും സുഖ സൗകര്യങ്ങളോടുകൂടി തൻ്റെ വീട്ടിൽ ജീവിക്കേണ്ട ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ ഉപ്പയും ഉമ്മയും ഒക്കെ തന്നെ ഈ വൃദ്ധസദനങ്ങളിലും പകൽ വീടുകളിലും ഇന്ന് നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിച്ച് കൂടെ നിർത്തുന്നതിന് പകരം അവിടെ കൊണ്ടുപോയാക്കുന്ന വലിയൊരു പ്രവണത, ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് നമ്മളുടെ നാട്ടിൽ ഇന്ന്. ആ
ട്രെൻഡിന്റെ പിന്നാലെ നമ്മളുടെ ആളുകൾ പോവുകയാണ്. തവനൂർ വൃദ്ധസദനത്തിലേക്ക് പോയി നോക്കിയപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്, ഒരു ദിവസം വൈകുന്നേരത്തൊരു 4 മണിക്ക് ശേഷം തവനൂർ വൃദ്ധസദനത്തിലേക്കൊന്ന് പോയി നോക്കിയപ്പം കാണാൻ കഴിയുന്നത്, ഒരു മകൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് 2 മാസമായി മകൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് 1 മാസം കഴിഞ്ഞാൽ മകൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. ഉമ്മ വൃദ്ധസദനത്തിലാണ്. ആ ഉമ്മയെ കാണാൻ വേണ്ടി വന്ന മകൻ ഉമ്മയുടെ പിന്നാലെ നടന്ന് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്നാവശ്യപ്പെടുകയാണ്. ഞാനൊരു മാസം കഴിഞ്ഞാൽ തിരിച്ചു പോകും, 1 മാസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഉമ്മയ്ക്ക് ഇവിടെയാണ് സുഖം എന്നുണ്ടെങ്കിൽ ആ സുഖമുള്ള വീട്ടിലേക്ക് ഇവിടേക്ക് ഞാൻ പോകുന്ന സമയത്ത് നിങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ മുമ്പിൽ യാചിച്ചു നിൽക്കുന്ന മകൻ, ഉമ്മ വരാൻ കൂട്ടാക്കാനിട്ട് മകൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരടർന്നു വീഴുന്നുണ്ട്. എനിക്ക് സഹിച്ചില്ല. ഞാൻ അവരോട് ചോദിച്ചു, നമ്മൾ പ്രസവിച്ച നമ്മളുടെ കുട്ടികൾ, ഞാനും നിങ്ങളുമൊക്കെ 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് കൈയാണോ വളരുന്നത് കാലാണോ വളരുന്നത് എന്ന് നോക്കി നമ്മൾ വളർത്തിയ നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ അവർ വന്ന് വിളിച്ചാൽ നമ്മൾ പോവണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അതിനേക്കാൾ വലിയ ശക്തമായ രൂപത്തിൽ എൻ്റെ കൈ പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവർ കിടക്കുന്ന ആ കട്ടിലിനരികിലേക്ക് അവർ പോയിരുന്ന് അവിടെ എന്നെ ഇരുത്തിയപ്പോൾ എൻ്റെ പിന്നാലെ മകനും വരികയാണ്. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ആ മകൻ പിന്നാലെ വന്നപ്പോൾ ആ ഉമ്മ എന്നെ കട്ടിലിനടുകിൽ ചേർത്ത് ഇരുത്തിക്കൊണ്ട് ഉമ്മ ചോദിക്കുകയാണ്, എൻ്റെ മകൻ നാട്ടിൽ വന്നിട്ട് 2 മാസമായി, ഇതുവരെ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടില്ല. 1 മാസം കഴിഞ്ഞാൽ അവൻ തിരിച്ചു പോകും. നിങ്ങൾ കേട്ടില്ലേ അവൻ പറഞ്ഞത്? 1 മാസം കഴിഞ്ഞാൽ അവൻ തിരിച്ചു പോകും. ആ തിരിച്ചു പോകുമ്പോൾ എന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് സമ്മതിച്ചുകൊണ്ടാണ് അവൻ വന്നിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത്, അവൻ്റെ ഭാര്യ 9 മാസവും അതുപോലെ തന്നെ ദിവസങ്ങളും ഗർഭിണിയാണ്. നാളെയോ മറ്റന്നാളോ അവൻ്റെ ഭാര്യ പ്രസവിക്കാനിരിക്കുകയാണ്. അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ കുടുംബത്തിൽ അതിൻ്റെ മൂത്ത കുട്ടികളെ നോക്കാൻ ആൾ വേണം, വീട് നോക്കാൻ ആൾ വേണം. പ്രസവം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ ഈ കുട്ടികളെ നോക്കാൻ ആൾ വേണം. അതിനാണ് ഞാൻ പോകുന്നത് വരെ 1 മാസക്കാലം എൻ്റെ ഉമ്മ നിന്നാൽ മതി എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാൻ വന്നിരിക്കുന്നത്. അവർക്ക് ദാസ്യവേല ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ വീട്ടിൽ അവരുടെ പരിചരണം നടത്തുന്നതിന് വേണ്ടി എന്നെ വന്ന് വിളിക്കുമ്പോൾ ഞാൻ പോകണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിൽ നിന്ന് മകന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീരിനേക്കാൾ ചോരയാണ് കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്നത് എന്ന് തോന്നുന്നത് പോലെ കുടുകുടെ കണ്ണുനീർ അടർന്നു വീണുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്ന ഉമ്മയുടെ മുമ്പിൽ എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ആ മകന്റെ മുഖത്തേക്ക് നോക്കി, ഉമ്മയുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ആ ഉമ്മ എൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നത്, ഈ കുട്ടിയെ വളർത്തിയ പ്രയാസങ്ങൾ, ഉപ്പയില്ലാത്ത മകനെ ഈ കുട്ടിയുടെ ഉപ്പ 2 വർഷം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച് 2 വർഷം തികയുന്നതിന് മുമ്പ് മകന് 2 വയസ്സാകുന്ന പ്രായത്തിൽ ഉപ്പ മരിച്ചതാ. അവനെ ഞാൻ പോറ്റി വളർത്താൻ പെട്ട പാട് എനിക്കും എൻ്റെ റബ്ബിനും മാത്രമേ അറിയുകയുള്ളൂ. പട്ടിണിയും പരിവട്ടവുമായി കുടുംബത്തിലെ പരാധീനതകൾക്കൊപ്പം നിന്നുകൊണ്ട് കൂലിപ്പണിയെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ മകനെ പോറ്റി വളർത്തി. അവസാനം ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് 4 സെന്റ് വിറ്റിട്ടാണ് ഞാൻ അവനെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചത്. സുഖവും സൗകര്യവും വർദ്ധിപ്പിച്ചപ്പോൾ ഞാൻ പോറ്റി വളർത്തിയ എൻ്റെ മകന് എന്നെ വേണ്ടാതായി എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ഉമ്മയുടെ മുമ്പിൽ മറുപടിയില്ലാതെ തലകുനിച്ച് ഇറങ്ങിപ്പോരേണ്ട ഗതികേട്. ഇത് മാത്രമല്ല, സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന മക്കൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ സ്നേഹവും പരിചരണവും നൽകുന്നില്ലെങ്കിലും അവർക്ക് സുഖ സൗകര്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ കാണുന്നത് മക്കൾ പിന്നെ അധീനപ്പെടുത്തിക്കൊണ്ട് ഉമ്മയ്ക്കും ഉപ്പക്കും ഉണ്ടായിരുന്ന സ്വത്തുകളൊക്കെ തന്നെ മക്കൾ വളരെ തന്ത്രപൂർവം അത് വാങ്ങിവെച്ചുകൊണ്ട് പിന്നെ ഉമ്മയെ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. നമ്മളുടെ നാട്ടിൽ ഒറ്റപ്പെട്ട സംഭവമല്ല, അതിശയോക്തിക്ക് വേണ്ടി പറയുന്നതുമല്ല. നീല ടാർപോളിൻ വിരിച്ച ഏതെങ്കിലും ഒരു ടാർപോളിൻ വിരിച്ച ഒരു കൂരക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ചുവട്ടിൽ, ഒരു പന്തലിൻ്റെ ചുവട്ടിൽ സ്വന്തം ഉമ്മയെ കൊണ്ടുപോയി കിടത്തിയിട്ട് അപ്പുറത്ത് സ്വന്തം വീട്ടിൻ്റെ ഒരു ചായ്പിൽ ഒരു പന്തലിട്ട് അതിൻ്റെ ചുവട്ടിൽ ഉമ്മയെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഇപ്പുറത്ത് പോയി സുഖലോലുപരായി ഭക്ഷണം കഴിക്കുകയും അവർക്ക് പോകേണ്ടിടത്തേക്ക് പോവുകയും എല്ലാവിധത്തിലുള്ള സുഖങ്ങളും ആസ്വദിച്ചു കഴിയുമ്പോൾ ഇപ്പുറത്ത് കിടന്ന് ജീർണിച്ച് ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാതെ ശരീരം പൊട്ടി വികൃതമായി അതിൽ നിന്ന് പുഴുക്കൾ അരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഞങ്ങൾ പോയി സ്വീകരിച്ചുകൊണ്ട് കുളിപ്പിച്ച് നന്നായി വസ്ത്രം ധരിപ്പിച്ച് ആ ആളുകളെ കൊണ്ടുപോയി നമ്മൾ
നമ്മളുടെ ഏതെങ്കിലും പാർപ്പിടത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ടി വരുന്ന സങ്കടകരമായ ദയനീയമായ കാഴ്ചയാണ് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരോട് പറയും സങ്കടം എന്ന് പറയാൻ അറിയാത്തൊരവസ്ഥ. പോറ്റി വളർത്തിയ മാതാപിതാക്കളെ അവർക്ക് പ്രായമാകുമ്പോൾ വലിച്ചെറിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾക്കും വരാനുണ്ട് അങ്ങനത്തെ ഒരു ദിവസം എന്നുള്ളതിനെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കാറില്ല. അതിനേക്കാൾ മാരകമായ തെറ്റിലേക്കാണ് ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ നമ്മളുടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിന്റെ അതിപ്രസരണമാണ് നമ്മളുടെ നാട്ടിലുള്ളത്. ഇവിടത്തേതിനേക്കാൾ അപ്പുറത്തേക്ക് നാട്ടിൽ ഇതിൻ്റെ അതിപ്രസരണത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ സഹോദരിമാർ, നമ്മളുടെ സഹോദരങ്ങൾ, സ്വന്തം മക്കളടക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കണ്ടും കേട്ടും അത് മനസ്സ് മരവിച്ചുകൊണ്ട് സ്വന്തം ഉമ്മയുടെ വാതിലിൽ പോയി മുട്ടിവിളിച്ച് ഉമ്മയോടൊപ്പം കിടപ്പറ പങ്കുവെക്കാൻ ഉമ്മയെ കൂട്ടിവിളിക്കുന്ന മക്കൾ നമ്മളുടെ നാട്ടിലാണ് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ആ ഉമ്മ അത്തരത്തിൽ വികൃതമായ മനസ്സുമായി കടന്നു ചെല്ലുന്ന ഒട്ടനവധി ആളുകൾ. 10-35 വയസ്സ് പ്രായമായ ഒരു സ്ത്രീ അവളുടെ കുടുംബത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ കൊല്ലങ്ങളായി കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഒരു പെൺകുട്ടി, 35 വയസ്സ് പ്രായമായ പെൺകുട്ടി, ഭർത്താവിന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും വളരെ നല്ല സമ്മതയായ, ഏറ്റവും കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി. അവർക്ക് ഈ പെൺകുട്ടിയെ കുറിച്ച് യാതൊരു എതിരഭിപ്രായവും പറയാനില്ല. എല്ലാവരും നല്ലത് മാത്രമേ ഈ പെൺകുട്ടിയെ കുറിച്ച് പറയാറുള്ളൂ. ആ പെൺകുട്ടി ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വീടിന്റെ തൊട്ടടുത്തുള്ള പുഴയോരത്ത് പുഴയിലേക്ക് തൂങ്ങി നിൽക്കുന്ന ആ മുളയുടെ ഒരറ്റത്ത് ഷാള് കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തത് കാണുകയാണ്. ആ കയ്യിലുള്ള ഫോൺ നിലത്തേക്ക് വീണിട്ടുണ്ട്. ആർക്കും ആ പെൺകുട്ടിയെ കുറിച്ച് സംശയമില്ല. ഫോൺ എടുത്ത് പരിശോധിക്കുമ്പോൾ അവസാനം വിളിച്ച നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്ന വസ്തുത എന്ന് പറയുന്നത് എന്നോ ഒരു രാത്രി ഏതോ ഒരു പാതിരാ സമയത്ത് ഈ പെൺകുട്ടിക്ക് വന്ന ഒരു മിസ് കോൾ. ആ മിസ് കോളിന്റെ പിന്നാലെ പോയതാ നമ്മളുടെ കുട്ടി. ആ മിസ് കോളിന്റെ പിന്നാലെ പോയി എന്നുള്ളത് മാത്രമല്ല, പിന്നീട് ആ പെൺകുട്ടിയും ഈ ചെറുപ്പക്കാരനും തമ്മിൽ നിരന്തരമായിട്ട് ഫോണിലൂടെയുള്ള സംസാരമായി. ആ ഫോണിലൂടെയുള്ള സംസാരമായി അവർക്ക് സംസാരിക്കാനുള്ളതും അവർക്ക് ചെയ്യാനുള്ളതും ഒക്കെ അവർ ഫോണിലൂടെ നിർവഹിച്ചു കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ മധുരം നിൽക്കുമ്പോഴാണ് ഈ പെൺകുട്ടിയോട് തനിക്ക് വേണ്ടി ഒരല്പം പണം കടം ആവശ്യപ്പെടുന്നത്. ഒരല്പം പണം തരണം, ഞാൻ സാമ്പത്തികമായി വളരെയധികം പരാധീനതയിലാണ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ മുമ്പിൽ കൈമലർത്തി കാണിച്ചു കൊടുക്കുമ്പോൾ ഇവൻ ചെയ്യുന്നത്, അതുവരെ താൻ സംസാരിച്ച 6 മാസത്തോളമായി ഈ പെണ്ണും ഈ ചെറുപ്പക്കാരനും തമ്മിൽ സംസാരിച്ച ഓരോ ഭാഗങ്ങളും എടുത്ത് ഈ ഫോണിലൂടെ റെക്കോർഡ് ചെയ്തിട്ട് അത് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അവസാനം ഭീതിയോടുകൂടി പേടിയോടുകൂടി ബാങ്കിൽ നിന്ന് വീടുണ്ടാക്കാൻ കടമെടുത്തിരുന്ന പണം ഉപയോഗപ്പെടുത്തിയിട്ട് ആ പണം എടുത്ത് ഈ ചെറുപ്പക്കാരന് കൊടുക്കുകയാണ്. ഭർത്താവ് ഗൾഫിലാണ്. ഗൾഫിലുള്ള ഭർത്താവ് ഒരു വീടുണ്ടാക്കാൻ, ഒരു കൂരയുണ്ടാക്കാൻ സാമ്പത്തികമായ ഭദ്രതയില്ലാത്തതിന്റെ പേരിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പൈസ എടുത്ത് ഈ ചെറുപ്പക്കാരന് കൊടുത്തു. അതുകൊണ്ട് അവന് മതിയായില്ല. 15 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും അവൻ ഇവളോട് പണം ആവശ്യപ്പെട്ടു. അപ്പോഴും ഭീഷണിയാണ്. ഈ ഫോൺ ഇവരുമായി സംവദിച്ച ഈ ഫോൺ കോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഫോൺ കോളിന്റെ റെക്കോർഡ് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒന്നുകിൽ ഞാൻ നിന്റെ ഭർത്താവിന് അയച്ചു കൊടുക്കും, അതല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് ഞാൻ അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ ആളുകളുടെ മുമ്പിൽ ഇത് ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് പേടിപ്പെടുത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഇവൾക്കുണ്ടായിരുന്ന ഒരല്പം ആഭരണം ഉണ്ടായിരുന്നത്, ആ ആഭരണം എടുത്തു കൊടുക്കുവാൻ തയ്യാറായി. ആ ആഭരണവുമായിട്ട് ഇവൻ പോവുകയാണ്. ആ ആഭരണം കൊണ്ടുപോയി അവിടുന്ന് വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞപ്പം വീണ്ടും അവന് പണം ആവശ്യമാണ്. എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി, ആ ബിസിനസ്സിൽ എനിക്ക് നീ തന്ന പണം ഞാൻ മുതൽ മുടക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരല്പം കൂടി തുക ആവശ്യമുണ്ട്, എല്ലാം കൂടി ഒന്നിച്ച് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തിയപ്പോൾ ഈ പെൺകുട്ടി തൻ്റെ തൊട്ടയൽവാസിയുടെ കയ്യിൽ നിന്ന്, തൻ്റെ കൂട്ടുകാരിയുടെ കയ്യിൽ നിന്ന് 4 പവന്റെ ഒരു മാല വാങ്ങിച്ചു. ആ 4 പവന്റെ മാല ഇവന് കൊടുക്കുകയാണ്. ഈ 4 പവന്റെ മാലയുമായി ഇവൻ പോയി 15 ദിവസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. 20 കഴിഞ്ഞു, ഒരു മാസവും കഴിഞ്ഞപ്പോഴും തിരിച്ചു കിട്ടാത്തപ്പോൾ അയൽവാസി മാല ചോദിക്കുമ്പോൾ അതിനുവേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി ഇവർ മാല ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ രാത്രിയാകാൻ സമയമില്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് കുളിക്കാനെന്ന വ്യാജേന പുഴവക്കത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇവനുമായി സംസാരിക്കുമ്പോൾ പണം തന്നിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നീ ആത്മഹത്യ ചെയ്താൽ എനിക്കെന്താ നഷ്ടം എന്ന് ചോദിക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ മുമ്പിൽ മറ്റൊന്നിനും ഗതിയില്ലാതെ ഏറ്റവും നല്ല വിശ്വാസത്തോടുകൂടി ഏറ്റവും നല്ല ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഈ പെൺകുട്ടിയാണ്
തൻ്റെ തലയിലുള്ള ഷാളെടുത്ത് മുളയുടെ കമ്പിൽ കെട്ടിത്തൂക്കിയിട്ട് അതിൽ കിടന്ന് ആത്മഹത്യ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഒരു മിസ് കോളിൻ്റെയും ഒരു മെസ്സേജിൻ്റെയും പിന്നാലെ നമ്മളുടെ ആളുകൾ പോകുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടിയ എറണാകുളത്തെ ഒരു പെൺകുട്ടി താൻ മെസ്സേജിലൂടെയും ഫേസ്ബുക്കിലൂടെയും പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒരുപാട് 2 വർഷത്തോളം അവർ സംസാരിക്കുകയും അവസാനം ഇവളെ കല്യാണം കഴിക്കാമെന്ന് ഉറപ്പ് നൽകുകയും കല്യാണം കഴിക്കുന്ന തൻ്റെ പ്രതിശ്രുത വരനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി തലശ്ശേരിയിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെടുകയും എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി തലശ്ശേരിയിലെത്തി ആ തലശ്ശേരിയിലെ ബസ് സ്റ്റാൻഡിൽ ഇവനെ കാത്തു നിൽക്കുന്ന ഈ പെൺകുട്ടിയുടെ മുമ്പിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ, ആ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഇവളുടെ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു വൃദ്ധനായ 80 കഴിഞ്ഞ വൃദ്ധനായ മനുഷ്യനാണ് ഈ ഫോൺ എടുത്തത്. ഈ 80 കഴിഞ്ഞ വൃദ്ധനായ മനുഷ്യൻ ഫോൺ എടുക്കുമ്പോൾ അവള് താൻ ഇതുവരെ കാത്തു സൂക്ഷിച്ച തൻ്റെ എല്ലാം ആണ് എന്ന് ഞാൻ പ്രതീക്ഷിച്ച തനിക്ക് അനുയോജ്യനായ ആ വരനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ചെന്നപ്പോൾ 80 കഴിഞ്ഞ വൃദ്ധനായ മനുഷ്യനെ കാണുമ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ ബോധം കെട്ട് വീഴുന്ന പെൺകുട്ടികൾ എന്റെയും നിങ്ങളുടെയും മക്കളാണെങ്കിൽ ഓരോ സമയത്തും ഇത്തരത്തിലുള്ള ഫോണുകൾക്ക് പിന്നാലെ അന്ന് നമ്മൾക്കില്ലാത്ത രൂപത്തിൽ ഒരു ഓർക്കുട്ടും അതുപോലെ തന്നെ ഒരു മെയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഫേസ്ബുക്കിലേക്കും വാട്സപ്പിലേക്കും അതുപോലെ തന്നെ മെസ്സേജിലേക്കും മിസ് കോളിലേക്കും ഒക്കെ നമ്മളുടെ ഗതി നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇന്റർനെറ്റ് യുഗത്തിലാണ്. എല്ലാം നമ്മൾ ഉപയോഗിക്കണം, നമ്മൾ പഠിക്കണം, വിവരമുള്ളവരാവണം. ഇതൊക്കെ ഉപയോഗിക്കാനും അതിൻ്റെ അനന്ത സാധ്യതകൾ കണ്ടെത്താനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. പക്ഷെ അത് ദുരുപയോഗം ചെയ്യരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതിനപ്പുറത്തേക്കാണ് നമ്മളുടെ നാട്ടിൽ വളർന്നു വരുന്ന നമ്മളുടെ യുവതലമുറ, നമ്മളുടെ ഇത്തിരി പോന്ന നമ്മളുടെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്തയക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, നമ്മൾ അധ്വാനിക്കുന്ന കാശ് നമ്മളുടെ വീട്ടിലേക്ക് കൊടുത്തയക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് കുട്ടികളെ എടുത്ത് പരീക്ഷിക്കുമ്പോഴും ഏത് കുട്ടികളോട് ഈ പണം എവിടെ നിന്ന് ലഭ്യമാവുന്നു എന്ന് പറയുമ്പോഴും ഉമ്മയുടെ ആങ്ങളക്കും അതുപോലെ തന്നെ ഉപ്പയുടെ അനുജനുമൊക്കെയാണ്. ഉപ്പക്കും സ്വന്തം ആങ്ങളമാർക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം ഉമ്മയുടെ ആങ്ങളമാരാണ് സ്വന്തം പെങ്ങളുടെ വീട്ടിലേക്ക് പെങ്ങളുടെ കുട്ടികൾക്ക് പണം അയച്ചു കൊടുത്ത് അവരുടെ സ്വഭാവങ്ങളും ശീലങ്ങളും വഷളാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. 10 വയസ്സ് പ്രായമായ ഒരു കുട്ടി, 10 വയസ്സ് പ്രായമായ കുട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നുകിൽ 4ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. പട്ടാപ്പകൽ 11 മണിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഓഫീസിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു ഉമ്മ വളരെ സങ്കടത്തോടു കൂടി റൂമിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയും ഈ 10 വയസ്സ് പ്രായമായ കുട്ടിയെ കൊണ്ടുവന്ന് എൻ്റെ ചേംബറിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവിടെയുള്ള ചുമരിൽ തലയിടിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് നമ്മളോട് പറയുന്നത്, നാട്ടിലെ ഏത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും പ്രയാസം അനുഭവിച്ചു വരുന്ന ആളുകളെ സഹായിക്കാനും ഒക്കെയുള്ള നല്ല മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ എന്നുള്ളത് എല്ലാവരും പറയുകയും ഏത് സമയത്തും പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ ഈ കുട്ടിയെപ്പോലെ, ഞങ്ങളുടെ ഈ കുട്ടിയെപ്പോലെ ഈ സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ഉമ്മമാരുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കാം. എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ പട്ടാപ്പകൽ 11 മണിക്ക് സ്കൂളിലേക്ക് പോയ കുട്ടി ഫുൾ ഫിറ്റായിട്ട് ലഹരിക്ക് അഡിക്റ്റായിട്ട് ഈ കുട്ടിയെ സ്കൂളിലേക്ക് പോകാൻ കഴിയാതെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ആ കുട്ടിയുടെ കയ്യും പിടിച്ച് വന്നിരിക്കുക ഉമ്മ. കള്ളു കുടിച്ചും ലഹരിക്ക് അടിമപ്പെട്ടും 10 വയസ്സുകാരനടക്കം അതിന് അഡിക്റ്റായി എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയ പ്രയാസം നമ്മൾ നേരിടേണ്ടി വരുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോഴാണ് കുട്ടി പറയുന്ന ഉമ്മ പറയുന്ന മറുപടി, തലേ ദിവസം നമ്മളുടെ വീടുകളിൽ നടക്കുന്ന കല്യാണത്തിന്റെ തലേ ദിവസം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ആ ആഘോഷത്തിൽ നമ്മളുടെ വീടുകളിൽ, മുസ്ലിം വീടുകളിൽ വിളമ്പുന്ന മദ്യത്തിൽ നിന്ന് തൊട്ടപ്പുറത്തിരുന്ന് ഇത് ആസ്വദിക്കുന്ന ഇവനേക്കാൾ മൂത്ത കുട്ടികൾ, തൻ്റെ അയൽപക്കത്തിലുള്ള മൂത്ത കുട്ടികൾ, യുവാക്കളായ ആളുകൾ തൊട്ടപ്പുറത്തിരുന്നു കൊണ്ട് കള്ളും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളും ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കുടിച്ച കുപ്പിയിൽ നിന്ന് അല്ലെങ്കിൽ അവരൊഴിച്ചു കുടിക്കുന്ന ഗ്ലാസിൽ നിന്ന് ഇത്തിരി നുണഞ്ഞുകൊണ്ട് അതിൽ നിന്നാണ് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് 10 വയസ്സുകാരൻ
ഫുൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ വിവാഹത്തിലെ ആർഭാടങ്ങളെക്കുറിച്ചും സ്ത്രീധനത്തെക്കുറിച്ചും നിയമം മൂലം എല്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിലും നിയമത്തിന്റെയും നിയമപാലകരുടെയും കുറവ് നമ്മളുടെ നാട്ടിലില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. പക്ഷേ ഇതിനൊക്കെ തന്നെ നിയമം മൂലം നിരോധിച്ചതാണെങ്കിലും അതിനൊക്കെ പിന്നാലെ പോകുന്നത് എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലെ കുട്ടികളാണ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സങ്കടം സഹിക്കാൻ കഴിയാത്തതാണ്. പെൺകുട്ടികളെ നമ്മൾക്ക് വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോകാൻ വയ്യ. നമ്മളുടെ ആൺകുട്ടികൾ പെൺകുട്ടികളെ ഞാനും നിങ്ങളുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പം നമ്മളുടെ ആൺകുട്ടികളോട് കുട്ടികളെ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് ഞാൻ തിരിച്ചു വന്നിട്ടേ പുറത്തു പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചു പോകുന്ന നമ്മളുടെ പെൺകുട്ടികളെ ഏൽപ്പിച്ചു പോകുന്ന ഈ ആൺകുട്ടികൾ ഈ കുട്ടി കുളിക്കാൻ കയറുന്ന സമയത്ത് ആ ബാത്റൂമിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് നഗ്നമായ ചിത്രം പകർത്തി മെസ്സേജിലൂടെ തന്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന ആൺകുട്ടികൾ നമ്മളുടെ വീട്ടിലാണെങ്കിൽ നേരത്തെ ആയിഷ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിലാണ് നമ്മൾക്ക് പുറത്തുനിന്ന് പീഡനങ്ങളും അതുപോലെ തന്നെ അതിക്രമങ്ങളും ഏൽക്കേണ്ടി വരുന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ കുടുംബത്തിൽ നിന്നാണ് 40% കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് വീടുകളിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ മദ്യത്തിന് അഡിക്റ്റായ ആളുകളിൽ നിന്നുണ്ടാകുന്ന വിക്രിയകളാണ് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയുകയാണ്. ആരോടും സങ്കടം പറയാനില്ലാത്ത ഒരവസ്ഥ. അവിടെ നമ്മൾ നോക്കുമ്പം ഇപ്പം നമ്മൾ കാണുന്നത് ഈ 10ാം ക്ലാസ്സിലും +1-നും +2-നും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ റോഡ് വക്കത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കള്ള് ഷാപ്പുകളിൽ നിന്ന് കള്ള് കുടിച്ച് ഈ റോട്ടിലേക്ക് കുപ്പി കുലുക്കിയിട്ട് ഒരു കുപ്പി നിറക്കുന്ന അവസ്ഥയും നമ്മൾ കാണുകയാണ്. എന്നിട്ട് വട്ടമിട്ടിരുന്നു കൊണ്ട് നമ്മളുടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഇത് കുടിക്കാനിടയാവുക. അവിടെ നമ്മൾ ഒന്നുകൂടി അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾക്ക് പിടിക്കപ്പെടാൻ കഴിഞ്ഞത് നമ്മൾ രാവിലെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന നമ്മളുടെ പെൺകുട്ടികളെയാണ് ഈ ചെറുപ്പക്കാർ ഉപയോഗപ്പെടുത്തുന്നത്. തൊട്ടപ്പുറത്ത് ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറിയിലും പഠിക്കുന്ന ആൺകുട്ടികൾ നമ്മൾ നേരം വെളുക്കുമ്പോൾ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന നമ്മളുടെ ഇത്തിരി പോന്ന പെൺകുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്യുന്നത് എന്താണ് എന്നറിയോ? ഈ റോഡ് വക്കിൽ കൂടുതൽ കുപ്പി കാണുന്ന സ്ഥലത്ത് നിന്ന് ഈ കുട്ടികൾ ഈ കുപ്പി പെറുക്കി പെൺകുട്ടികൾ ബാഗിലാക്കിയിട്ട് അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ആൺകുട്ടികൾക്ക് ഈ കുപ്പി കൊണ്ടുപോയി കൊടുക്കുക. അതിനവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഒന്നുകിൽ 50 പൈസയുടെ 2 മിഠായി. ഇത് കുറെ പെൺകുട്ടികൾ ഇത് പെറുക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന പ്രതിഫലം ഒരു മുല്ലപ്പൂവിന്റെ മാലയുടെ ഒരു കഷ്ണമാണ് ഈ പെൺകുട്ടികൾക്ക് കിട്ടുന്നത്. അതിനു വേണ്ടിയാണ് ഈ കള്ളിന്റെ കുപ്പി കൊണ്ടുപോയി പെറുക്കി കൊടുക്കുന്നത്. നമ്മളുടെ പെൺകുട്ടികൾ തൊട്ടടുത്ത ഒരു സ്കൂളില് നമ്മളുടെ പെൺകുട്ടികൾ ഒരു പിരീഡ് കഴിഞ്ഞ് രണ്ടാമത്തെ പിരീഡ് പെൺകുട്ടികളെ കാണുന്നില്ല, 4 പെൺകുട്ടികളെ കാണുന്നില്ല. ഈ 4 പെൺകുട്ടികളെ കാണാതായപ്പോൾ എവിടെ പോയി എന്നറിയാതെ ഈ കുട്ടികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ബാത്റൂമിന്റെ ചുറ്റും പോയി നോക്കി. ബാത്റൂമിൽ നമ്മൾക്കറിയാം നമ്മുടെ സ്കൂളുകളിലെ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരാൾ കയറിക്കഴിഞ്ഞ് അവരിറങ്ങിയിട്ട രണ്ടാമത്തെ ആൾ കയറുക. അപ്പം 4 പെൺകുട്ടികൾ ഉണ്ടാകുമ്പം ഒരാൾ കയറിക്കഴിഞ്ഞ് മറ്റുള്ളവർ കാവൽ നിൽക്കും എന്ന് വിചാരിച്ച് അവിടെ നോക്കുമ്പം വാതിലുകളൊക്കെ അടച്ചിട്ടത് കണ്ടപ്പം ആർക്കും സംശയമില്ല, എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അതിനിടക്ക് ഒരു അധ്യാപകൻ ഇങ്ങനെ നടന്നു നോക്കുന്ന സമയത്ത് വാതിലിന് താഴെ കൂടി ഒരു കുട്ടിയുടെ കാൽപാദവും പാദസരവും കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുട്ടിയുണ്ട് എന്നുള്ള ധാരണയിൽ ടീച്ചേഴ്സിനെ വിളിക്കുകയും ലേഡി ടീച്ചറെ വിളിക്കുകയും വാതിൽ മുട്ടി വിളിച്ചപ്പോൾ 4 കുട്ടികളും അതിൽ നിന്ന് പുറത്തു വരിക. ഒരു കുട്ടിയുടെ കയ്യിൽ മൊബൈലുണ്ട്. എന്താ ചെയ്തത് എന്നറിയോ? ആൺകുട്ടികൾ ചെയ്യുന്ന പല വിക്രിയകളും നമ്മൾ കാണാറുണ്ട്. ഈ പെൺകുട്ടി ചെയ്തത് സ്വന്തം മാതാവും പിതാവും കിടക്കുന്ന കിടപ്പറയിൽ കൊണ്ടുപോയി ഈ മൊബൈൽ ക്യാമറ ഓണാക്കി വെച്ച് ആ തലേ ദിവസം ഭാര്യയും ഭർത്താവും അവർ അവിടെ നിന്ന് ആ ബെഡ്റൂമിൽ വെച്ച് എന്തൊക്കെ ചെയ്തോ അത് മുഴുവനും ഈ മൊബൈൽ ക്യാമറയിൽ പകർത്തി പിറ്റേ ദിവസം തൻ്റെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നത് നമ്മളുടെ നാട്ടിലെ എൻ്റെയും നിങ്ങളുടെയും കൊച്ചനുജത്തിമാരാണെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും മക്കളാണെങ്കിൽ നമ്മൾക്ക് എന്ത് മറുപടി പറയാനാണ് അവരോടൊക്കെ ഉള്ളത്? ഇത്തരത്തിൽ ഏറ്റവും മോശമായ ഒരു പ്രവണതയിലൂടെ നമ്മളുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഈ ജീർണതയിൽ നിന്ന് നമ്മളുടെ ആളുകളെ നമ്മൾക്ക് മാറ്റി നിർത്താൻ കഴിയും എന്നുള്ളത് നമ്മൾക്ക് പറയാൻ കഴിയുന്നില്ല. മുച്ചൂടും അതപ്പതിച്ച ഒരു സമൂഹത്തിനിടയിലേക്ക് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബലു ലഫീ ളലാലിൻ മുബീൻ എന്ന് ഒരു സമുദായത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുമ്പോൾ വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു സമൂഹത്തെയാണ് വിജ്ഞാനം കൊണ്ട്
തസ്കിയത്ത് കൊണ്ട് ഹിക്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ പ്രവാചകന് സാധിച്ചത് എങ്കിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾക്കറിയാം. എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ സ്ഥിതി എന്നുള്ളത് നമ്മൾക്കറിയാം. വ്യക്തമായ വഴികേടില്ലെന്ന് പറയുമ്പോൾ കള്ളില്ലാതെ പെണ്ണില്ലാതെ നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം. നടക്കുന്ന വഴികളിലൂടെ കള്ളിന്റെ കുപ്പി തോളിലേറ്റിയിട്ട് കള്ളിന്റെ കുപ്പി തോളിൽ തൂക്കിയിട്ട് കൊണ്ട് നടക്കുകയും പോകുന്ന വഴിയിലൊക്കെ കുടിക്കുകയും നമസ്കാരത്തിന് വിശ്വാസം ആർജിച്ചതിന് ശേഷം നമസ്കരിക്കുമ്പോഴടക്കം കള്ളു കുടിച്ചുകൊണ്ട് കടന്നു ചെല്ലുകയും ചെയ്യുന്നൊരവസ്ഥയിൽ വലാ തഖ്റബു സ്വലാത്ത വഅൻതും സുകാറ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിന്നെ നമസ്കാരത്തിലേക്ക് അടുക്കുമ്പോൾ നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു. നമസ്കാരത്തിലേക്ക് വരുമ്പോൾ കള്ളു കുടിക്കാതെ വന്നു. വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് ചോദിച്ചുകൊണ്ട് ഇതിൽ നിന്ന് വിരമിക്കാറായില്ലേ എന്ന് ചോദിച്ചപ്പോൾ കള്ളിന്റെ കുപ്പികൾ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് അവർ നടക്കുന്ന വഴിയിലേക്ക് എറിഞ്ഞ് കള്ളിന്റെ പുഴ ഒഴുകുകയായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുക. അവിടെയാണ് ഒരാൾ മരിക്കാൻ കിടക്കുന്ന വൃദ്ധനായ മനുഷ്യൻ മകളെ വിളിച്ചുകൊണ്ട് പറയുന്നത്, മകളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ മുന്തിരി വള്ളി പടർന്നു പോയിരിക്കുന്ന ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ എന്നെ കൊണ്ടുപോയി മറവ് ചെയ്യണം. നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ നുരുമ്പിയ എല്ലുകൾക്ക് അതിൽ നിന്നുള്ള ലഹരി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി മകളെ പ്രേരിപ്പിക്കുന്ന ഒരു വൃദ്ധനായ പിതാവ് കിടക്കുന്നിടത്ത് നിന്നാണ് അള്ളാഹുവിന്റെ റസൂല് മാറ്റമുണ്ടാക്കിയത്. അവസാനം അവർ ചോദിച്ചു, ഈ സമയത്ത് ആ കള്ളിന്റെ കുപ്പി വലിച്ചെറിഞ്ഞ സ്ഥലത്ത് അവിടെ മുളച്ച പുല്ല്, ആ പുല്ല് ഭക്ഷിച്ച ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ റസൂലേ എന്ന് ചോദിച്ച അത്തരത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇന്നും വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ഒരു കേടുമില്ലാതെ നമ്മളുടെ മുമ്പിലൊക്കെയുണ്ട്. മാറ്റം നമ്മൾ ഉണ്ടാക്കേണ്ടത്, സാമൂഹികമായ പരിവർത്തനം നമ്മൾ ഉണ്ടാക്കാൻ ഞാനും നിങ്ങളും ഒരു പരിവർത്തനത്തിന് തയ്യാറാവാത്തിടത്തോളം കാലം ഒരു സാമൂഹ്യ തിന്മകളിൽ നിന്നും നമ്മളുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് ആ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് തൗഹീദ് മനസ്സിൽ ഊന്നിയത് കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്തു തൗഹീദ് മനസ്സിൽ ആഴത്തിൽ അവരുടെ മനസ്സിൽ പതിച്ചപ്പോഴാണ് ആ ജനവിഭാഗത്തിൽ നിന്ന് എല്ലാ വിപത്തുകളെയും എല്ലാ തിന്മകളെയും ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞത്. പരലോകത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചപ്പോഴാണ് എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും വേദനകളും സഹിച്ചപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലെങ്ങാനും ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആദ്യം നിങ്ങൾ കള്ളൊഴിവാക്കണം, പെണ്ണൊഴിവാക്കണം എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇവരിൽ വിശ്വസിക്കാൻ, പ്രവാചകനിൽ വിശ്വസിക്കാൻ ആളുകളെ കാണുമായിരുന്നില്ല. അതിന് പകരം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒപ്പം അനുയായികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവാചകന് സാധിച്ചത് എന്നുള്ളത്. ആ പരിശുദ്ധ ഖുർആനാണ്, അന്ന് നൽകിയ പരിശുദ്ധ ഖുർആനാണ് ഇന്നും എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാം മതവുമായി കടന്നു വരുന്നതിന്റെ മുമ്പ് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളും സ്ത്രീകൾ അനുഭവിച്ചിരുന്ന യാതനകളും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. പെൺകുട്ടി ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് മരിച്ചാൽ 1 വർഷക്കാലം ഇരുന്ന് അത് കഴിയുമ്പോൾ ആ വീട്ടിൽ ഏതൊക്കെ പുരുഷനുണ്ടോ അവർക്കൊക്കെ ഈ പെണ്ണിനെ യഥേഷ്ടം ഉപയോഗിക്കാനും, അതുപോലെ തന്നെ ആ വീട്ടിൽ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ ഭാര്യമാരാ ഉപ്പക്കുണ്ടോ ആ മൂത്ത മകന്റെ ഉമ്മയല്ലാത്ത ബാക്കിയുള്ള ഭാര്യമാരൊക്കെ തന്നെ ആ മൂത്ത മകൻ അവകാശപ്പെട്ടതാണ് എന്നുള്ള തരത്തിൽ അവരെയൊക്കെ ഉപയോഗിക്കുന്ന വികലമായ ഒരു കാഴ്ചപ്പാടുമായിട്ട് വികലമായ ഒരു ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോയ സ്ഥലങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കനത്ത ഭാരത്തെയും അടിമത്ത ചങ്ങലകളെയും ഇറക്കി വെക്കുമെന്നുള്ള വിപ്ലവാത്മകരമായ പ്രഖ്യാപനവുമായി രംഗപ്രവേശനം ചെയ്തത്. അവിടെയാണ് മാറ്റത്തിന്റെ വിത്ത് പാകിയത്. ആ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിച്ചത്. പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വൈദൽ മൗഊദത്ത് സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് എന്ന് പറയുന്ന ആയത്ത് അവതരിപ്പിച്ചപ്പോൾ ആ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ ആളുകൾ തയ്യാറായത്. എന്നിട്ടും ആ പരിശുദ്ധ ഖുർആനിലേക്ക്, ആ തിരുസുന്നത്തിലേക്ക് മടങ്ങാൻ ഞാനും നിങ്ങളും വിസമ്മതം കാണിക്കുമ്പോഴാണ് നമ്മളിൽ
തിന്മകൾ വീണ്ടും വീണ്ടും രൂഢമൂലമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പരിവർത്തനത്തിന് ഞാനും നിങ്ങളും തയ്യാറാവണം. അള്ളാഹുവിന്റെ പ്രവാചകൻ, നമ്മൾക്കറിയാം, മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പാൽക്കാരി തള്ളയുടെ, ചെറ്റക്കുടിലിൽ പാർക്കുന്ന പാൽക്കാരി തള്ളയുടെ മകളെ കുറിച്ച് നമ്മൾക്കറിയാം. ഒരാട്ടിടയൻ ആടിനെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ ആ ആട്ടിടയന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് വൃദ്ധനായ ഒരു മനുഷ്യൻ ആട്ടിൻപറ്റങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാടിനെ എനിക്ക് നൽകണം എന്ന് പറഞ്ഞപ്പോൾ, തരില്ല, എന്റെ യജമാനൻ അറിയും എന്ന് പറഞ്ഞപ്പോൾ, ഇത് നിന്റെ യജമാനൻ കാണാൻ പോകുന്നില്ല എന്ന് ഈ ആട്ടിടയനോട് സൂചിപ്പിക്കുമ്പോൾ ആട്ടിടയൻ പറഞ്ഞു കൊടുത്തത്, ആയിരക്കണക്കിന് ആടുകളുടെ ഇടയിൽ നിന്ന് ഒരാടിനെ തന്നാൽ എന്റെ യജമാനൻ അറിയില്ല, പിന്നെ എന്ന് ഓതിക്കൊടുത്തുകൊണ്ട് നമ്മളുടെ കണ്ണിന്റെ കട്ടുനോട്ടത്തെയും ഹൃദയത്തിന്റെ അന്തരാളത്തിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യത്തെയും അറിയുന്ന പടച്ച തമ്പുരാൻ അറിയും എന്ന് ഓതിക്കൊടുത്തുകൊണ്ട് അവര് നിന്നിരുന്ന ആ വൃക്ഷത്തിന്റെ ഇലയിലേക്ക് നോക്കിക്കൊണ്ട്, ആ വൃക്ഷത്തിന്റെ മുകളിലേക്ക് നോക്കിക്കൊണ്ട്, ഈ വൃക്ഷത്തിന്റെ ഇലയുടെ നേരിയ അനക്കം പോലും അറിയുന്ന മലിക്കുൽ ജബ്ബാറായ പടച്ച തമ്പുരാൻ കാണും എന്ന് പറയാൻ ഒരാട്ടിടനെ പ്രേരിപ്പിക്കാൻ തന്റെ 23 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് കഴിഞ്ഞു എങ്കിൽ, ആ പ്രവാചകൻ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കി, ഒരു മാറ്റം ഉണ്ടാക്കിയിട്ട് എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ സർവശക്തനായ നാഥൻ നമ്മളെ തുണക്കട്ടെ. ഒപ്പം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ തിന്മകളിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ നമ്മളുടെ കുട്ടികളെ നമ്മൾക്ക് മാറ്റി നിർത്താൻ കഴിയുമോ, നമ്മളുടെ യുവ സമൂഹത്തെ മാറ്റിമറിക്കാൻ നമ്മൾക്ക് കഴിയുമോ, അതിനൊക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകാൻ പടച്ച തമ്പുരാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹുവിന്റെ നരകം അത് സത്യമാണ്, അള്ളാഹുവിന്റെ സ്വർഗവും സത്യമാണ്. നരകത്തിൽ നിന്ന് അകറ്റുന്നതും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ പടച്ച തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മളുടെ ഉമ്മമാരും ഉപ്പമാരും സജ്ജനങ്ങളായ ഒരുപാട് ആളുകളുണ്ട്. പടച്ച തമ്പുരാൻ അവർക്കൊക്കെ തന്നെ അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സ്ഥാനം കൊടുത്ത് അലങ്കരിക്കുകയും ചെയ്യുമാറാവട്ടെ. ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും ചെയ്ത ഒരുപാട് തെറ്റും കുറ്റങ്ങളും ഉണ്ടാകും. പടച്ച തമ്പുരാൻ നമ്മളുടെ തെറ്റും കുറ്റങ്ങളും ഒക്കെ പുറത്ത് നമ്മൾക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ നമ്മൾക്കും മരിച്ചു പോകണം. അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലീങ്ങൾക്കൊപ്പം പടച്ച തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും ഇടം തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പടച്ച തമ്പുരാൻ ഹലാലായ മാർഗത്തിൽ നമ്മളുടെ കടങ്ങളൊക്കെ വീട്ടി നമ്മൾക്ക് സുഖമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.